ഇന്ന് ഞാൻ പറയുന്ന കഥ ലോകപ്രശസ്തമായ ഒരു ചെറുകഥയാണ്. പുസ്തകങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കഥയാണ്. ലോകപ്രശസ്ത സാഹിത്യകാരനായ ആന്റൺ ചെക്കോവിന്റെ ഡബറ്റ് എന്ന ചെറുകഥ, പന്തയം. ആന്റൺ ചെക്കോവ് റഷ്യൻ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ ഈ പുസ്തകമുണ്ട്, നിങ്ങൾ എല്ലാവരും എടുത്ത് വായിക്കണം. ഡബറ്റ് കേട്ടോ. ഈ കഥ നടക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ നഗരത്തിലാണ്. മോസ്കോ നഗരം നല്ല ഉറക്കത്തിലാണ്. രാത്രി ഒരു ബംഗ്ലാവിൽ മാത്രം ഇപ്പോഴും വെളിച്ചം കാണാം. വയസ്സനായ ഒരു മനുഷ്യൻ, ഒരു ബാങ്കർ, അദ്ദേഹം അസ്വസ്ഥനായി അങ്ങനെ ഉലാത്തുകയാണ്. അയാൾ ചിന്തിക്കുന്നു, നാളെ അയാൾ തടവറയിൽ നിന്നും മോചിതനാകും. അയാൾ നേരെ എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം റൂബിൾ അയാൾക്ക് കൊടുക്കേണ്ടി വരും. ഇല്ല, ഞാനത് കൊടുക്കില്ല. 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്താണെന്ന് അറിയാമോ? അന്ന് കോടീശ്വരനായിരുന്ന ആ ബാങ്കർ നടത്തിയ ഒരു വിരുന്ന് സൽക്കാരം, ഒരു പാർട്ടി. ആ നഗരത്തിലെ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വക്കീലന്മാരും ഡോക്ടർമാരും പത്രപ്രവർത്തകരും ഒക്കെ പങ്കെടുത്ത ഒരു സമൃദ്ധമായ ഒരു വിരുന്ന് സൽക്കാരം. ആ വിരുന്ന് സൽക്കാരത്തിൽ പല പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വിഷയമായി. അങ്ങനെ അവിടെ ഒരു ചർച്ചയ്ക്ക് വിഷയമായി വന്നത് അവിടുത്തെ ഈ ശിക്ഷാ സമ്പ്രദായത്തെ കുറിച്ചാണ്. ബാങ്കർ പറയുന്നു, തൂക്കിക്കൊല്ലുന്നതാണ് നല്ലത്, ജീവപര്യന്തം വേണ്ട. അതിനെക്കുറിച്ച് പല വാഗ്വാദങ്ങളും അവിടെ നടന്നു. ചിലർ പറഞ്ഞു തൂക്കിക്കൊല്ലുന്നത് മാറ്റി ജീവപര്യന്തം തടവ് മാത്രം മതി, കാരണം അവരുടെ ജീവനെടുക്കാൻ അവർക്ക് അവകാശമില്ലല്ലോ. ചിലർ പറഞ്ഞു അല്ല, തൂക്കിക്കൊല്ലുന്നത് നിർബന്ധമാക്കണം. അങ്ങനെ 2 അഭിപ്രായം വന്നു. ബാങ്കർ ഒരു വക്കീലിനോട് ചോദിച്ചു. അവിടെ ഒരു വക്കീലും ആ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. സുന്ദരനായ സുമുഖനായ ഒരു വക്കീൽ. ആ വക്കീലിനോട് ബാങ്കർ ചോദിച്ചു, വക്കീലെ, ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജീവപര്യന്തമാണോ നല്ലത്, അതോ വധശിക്ഷയാണോ നല്ലത്? വക്കീൽ പറഞ്ഞു, എന്റെ അഭിപ്രായം ജീവപര്യന്തമാണ് നല്ലത്. കാരണം മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ജീവിച്ചിരിക്കുക എന്നുള്ളത്. ബാങ്കറിന് പെട്ടെന്ന് ദേഷ്യം വന്നു. വക്കീലെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ജീവപര്യന്തം തടവ് ഒരാളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു, തൂക്കിക്കൊല്ലുന്നത് ഒരാളെ പെട്ടെന്ന് കൊല്ലുന്നു. ഇതിലേതാണ് ദയാപരം, ധാർമ്മികം? പറയൂ. ജീവപര്യന്തമാണ് നല്ലത് പോലും. വക്കീലെ, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് കിടക്കാമോ ജയിലിൽ? 2 ലക്ഷം രൂപ പന്തയം. നിങ്ങൾ 5 കൊല്ലം പോലും തികച്ചു കിടക്കുകയില്ല. അങ്ങ് പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. 15 കൊല്ലം ഞാൻ കിടക്കാം നിങ്ങളുടെ തടവറയിൽ. അങ്ങനെ ആ പന്തയം അവിടെ ഉറപ്പിക്കപ്പെട്ടു. 15 വർഷം ബാങ്കറുടെ തടവറയിൽ കിടക്കാൻ പോവുകയാണ് ആരാ? വക്കീൽ. ബാങ്കർ പറയുന്നു, വക്കീലെ, നിങ്ങൾക്ക് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. 2 ലക്ഷം രൂപ എനിക്ക് നിസ്സാരമാണ്. പക്ഷേ നിങ്ങളുടെ യൗവന തീക്ഷ്ണമായ ഒരു ജീവിതകാലമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. വക്കീൽ പറഞ്ഞു, ഇല്ല, 2 ലക്ഷം രൂപ എനിക്ക് വേണം. ഞാൻ കിടക്കാം 15 കൊല്ലം. അങ്ങനെ ആ പന്തയം ഉറപ്പിക്കപ്പെട്ടു. പന്തയ വ്യവസ്ഥകൾ അവിടെ തീരുമാനിക്കപ്പെട്ടു. എന്താണെന്നറിയാമോ? ബാങ്കർ പറഞ്ഞു, എന്റെ ഉദ്യാനത്തോട് ചേർന്നുള്ള മുറിയായിരിക്കും നിങ്ങളുടെ തടവറ. പുറത്തേക്ക് വരാനോ മനുഷ്യരെ കാണാനോ മനുഷ്യ ശബ്ദം കേൾക്കാനോ പാടുള്ളതല്ല. ഒരു ജനാലയുണ്ട്. ആ ജനാലയിലൂടെ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ എത്തിക്കും. പന്തയ തീയതിക്ക് 1 മിനിറ്റ് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ആ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല. സമ്മതമാണോ? സമ്മതമാണ്. അങ്ങനെ ആ പന്തയം നടപ്പിലായി. വക്കീൽ ബാങ്കറുടെ ഏകാന്ത തടവറയിൽ പ്രവേശിച്ചു. ആ മുറി പൂട്ടി സീൽ ചെയ്തു. അങ്ങനെ 15 വർഷം അയാൾ അതിൽ കിടക്കാൻ പോവുകയാണ്, ആ തടവുമുറിയിൽ കിടക്കാൻ പോവുകയാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ ആ വക്കീല് നിരാശനായി കാണപ്പെട്ടു. ശരിയല്ലേ? ഒരു ആവേശത്തിലെടുത്ത് ചാടിയതാണ്. നീ 15 വർഷം ഈ മുറിക്കകത്ത് കിടക്കണം, ഈ തടവറയിൽ കിടക്കണം. പിന്നീട് ആ മുറിയിൽ നിന്നും പിയാനോ വായന കേൾക്കാമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അദ്ദേഹം പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടു. ആദ്യം ചെറിയ ചെറിയ കഥകൾ, പിന്നീട് ചെറുകഥകൾ, നോവലുകൾ, വൈദേശിക സാഹിത്യകൃതികൾ, മതഗ്രന്ഥങ്ങൾ, തത്വജ്ഞാന ഗ്രന്ഥങ്ങൾ. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും വായിച്ച്
നൂറുകണക്കിന് പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചു തള്ളിയത്. വായിക്കുന്തോറും വീണ്ടും വായിച്ചു കഴിഞ്ഞ ഉടൻ അടുത്ത പുസ്തകം ആവശ്യപ്പെടുകയാണ്. എല്ലാ ഭാഷകളിലെയും ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചു തീർന്നു. അങ്ങനെ 15 വർഷം കടന്നുപോയി. നാളെ വക്കീൽ പുറത്തിറങ്ങുകയാണ്. പക്ഷെ ഈ 15 വർഷം കൊണ്ട് കോടീശ്വരനായിരുന്ന ബാങ്കർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം തകർന്ന് അദ്ദേഹം പാപ്പരായി. ഒരു 5 പൈസ പോലും എടുക്കാനില്ല. 2 രൂപ പോലും, 2 ലക്ഷം രൂപ പോയിട്ട് 2 രൂപ പോലും ഇപ്പൊ എടുക്കാനില്ലാത്തൊരവസ്ഥയായി. ബാങ്കർ തീരുമാനിച്ചു, നമ്മുടെ ഈ കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കേട്ടില്ലേ, എന്താണ്? അയാൾ നാളെ പുറത്തിറങ്ങും. അയാൾ ആവശ്യപ്പെട്ടാൽ പന്തയത്തുകയായി എത്ര 2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ എങ്ങനെ കൊടുക്കും? ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അയാൾ ഈ തടവറയിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. വക്കീലിനെ കൊല്ലണം, അയാളെ കൊല്ലണം. അങ്ങനെ ബാങ്കർ 15 വർഷമായി പൂട്ടിയിട്ടിരുന്ന ആ തടവ് മുറിയുടെ താക്കോൽ കയ്യിലെടുത്തു. അന്ന് രാത്രി അയാൾ പുറത്തിറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട്, കാവൽക്കാരൊക്കെ നല്ല ഉറക്കമാണ്. അയാൾ ചെന്നു 15 വർഷമായി പൂട്ടിയിട്ടിരുന്ന ആ മുറിയുടെ വാതിൽ തുറന്ന് ബാങ്കർ അകത്ത് കയറി നോക്കിയപ്പോ ആ വക്കീൽ ഒരു മേശമേൽ തലവെച്ച് അങ്ങനെ ഉറങ്ങുകയാണ്. താടി മുടിയൊക്കെ വളർന്ന് എല്ലും തോലുമായൊരു രൂപം, അങ്ങനെ ഉറങ്ങുക. 2 ലക്ഷം രൂപ സ്വപ്നം കണ്ട് അങ്ങനെ ഉറങ്ങുകയാണ്. ഈ തലയണ എടുത്ത് ആ മുഖം ഒന്ന് അമർത്തി പിടിച്ചാൽ മതി, കഥ അപ്പോൾ കഴിയും. അങ്ങനെ ആ വക്കീലിനെ കൊല്ലുവാനായി ബാങ്കർ അടുത്തേക്ക് ചെന്നു. അവിടെ മേശപ്പുറത്ത് മെഴുകുതിരി ഇരുന്ന് കത്തുന്നു. ഒരു കത്ത് കിടപ്പുണ്ട്, എന്തോ കത്തിലെന്തോ എഴുതിയിരിക്കുന്നു. ബാങ്കർ ആ കത്ത് കയ്യിലെടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നാളെ ഞാൻ മോചിതനാകും, എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, എനിക്ക് സൂര്യപ്രകാശത്തിലേക്ക് കടക്കാനാകും. പക്ഷേ ഞാൻ ഈ സ്വാതന്ത്ര്യത്തെ വെറുക്കുന്നു. എനിക്ക് ആ പണം വേണ്ട, എനിക്ക് 2 ലക്ഷം രൂപ വേണ്ട. ഞാൻ അറിഞ്ഞു മനുഷ്യരുടെ ജീവിതങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ പ്രതീക്ഷകളെ നിങ്ങൾ തന്ന പുസ്തകങ്ങളിലൂടെ. നിങ്ങൾ തന്ന പുസ്തകങ്ങൾ എനിക്ക് അറിവ് തന്നു. ജീവിത സത്യങ്ങൾ എന്താണെന്ന് ആ പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഒരിക്കലും ആ 2 ലക്ഷം രൂപ എന്നെ ഭ്രമിപ്പിക്കുന്നില്ല. നിങ്ങൾ എത്ര സുന്ദരനായാലും അഹംഭാവിയായാലും ആരായാലും ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്ന സത്യം നിങ്ങളെ പിടികൂടും. പിന്നെ എന്തിനു മനുഷ്യ നിങ്ങൾ ഇങ്ങനെ പണത്തിന് വേണ്ടി കടിപിടി കൂടുന്നു, സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നു? നിങ്ങൾ തന്ന പുസ്തകങ്ങൾ എനിക്ക് വിലപ്പെട്ടതായിരുന്നു. ജീവിതം എന്തെന്ന് ഞാൻ അറിയുന്നു, ഈ ലോകം എന്തെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ വിശദമായ ഒരു കത്താണ്. നമ്മൾ ജനിക്കാതിരിക്കാം, പഠിക്കാതിരിക്കാം, കല്യാണം കഴിക്കാതിരിക്കാം, അല്ലെ? പക്ഷെ മരിക്കാതിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ? ഇല്ലല്ലേ, അല്ലെ? ഒന്നല്ലെങ്കിൽ നാളെ മരണം എന്ന സത്യം നിങ്ങളെ പിടികൂടും, അല്ലെ? അങ്ങനെ ആ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞ സത്യങ്ങളൊക്കെ, ആ പുസ്തകങ്ങളിലൂടെ അറിഞ്ഞ വിവരങ്ങളൊക്കെ ആ കത്തിലൂടെ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ ബാങ്കറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും നല്ലവനായ ഒരു മനുഷ്യനാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്. ബാങ്കർ തിരിച്ചു തന്നെ മുറിയിലെത്തി. ഇത്രയും നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയാണോ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്? വല്ലാത്ത കുറ്റബോധം ബാങ്കറിന്. അയാളോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ വീണ്ടും ബാങ്കർ ആ വക്കീലിന്റെ തടവ് മുറിയിലെത്തി. അവിടെ വക്കീൽ ഉണ്ടായിരുന്നില്ല, അയാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ആ കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ പന്തയ സമയത്തിൽ പറയുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആ തടവ് മുറി വിട്ട് പുറത്തു പോയിരിക്കുന്നു. ആ 2 ലക്ഷം രൂപ അയാൾക്ക് വേണ്ട, അയാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെ, ഇതാണ് ആന്റണി ചെക്കോവിന്റെ ദ ഡെത്ത് എന്ന വിഖ്യാതമായ ചെറുകഥ. അപ്പോ പുസ്തകങ്ങളാണ് നമുക്ക് നല്ല അറിവുകൾ തരുന്നത്. ജീവിതത്തെ അറിയാൻ പുസ്തകങ്ങളാണ് നല്ലത്. പുസ്തകം നല്ല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി വായിക്കുക കേട്ടോ. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കഥകളും കവിതകളും നോവലുകളും ബാലസാഹിത്യ കൃതികളും ഒക്കെ നിങ്ങൾ വായിക്കണം. ഒരുപാട് അറിവുള്ളവരായി മാറണം കേട്ടോ. ഓക്കെ.